അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. അന്ന് നുസൈബയും ഷമ്മാസും ഓരോന്ന് പറഞ്ഞ് ആ രാത്രി ഉറങ്ങി. ഷമ്മാസിന് സമാധാനമുണ്ടായിരുന്നില്ല. പക്ഷേ നുസൈബ പറയാണ്, ഇക്ക, എൻ്റെ പഠനം എനിക്ക് കംപ്ലീറ്റ് ആകണമെങ്കിൽ എനിക്കിവിടെ നിന്ന് മാറി നിൽക്കണം. ഹോസ്റ്റൽ ജീവിതമാണ് ബെസ്റ്റ്. അല്ലാതെ ഒരിക്കൽ പോലും എനിക്ക് കഴിയുന്നില്ല കുഞ്ഞിനെ കാണാൻ, ജീവിക്കാൻ. അതെ, എനിക്ക് ഒരു സമാധാനവും കിട്ടുന്നില്ല. നുസി, നീ അങ്ങനെയൊക്കെ പറഞ്ഞാൽ എങ്ങനെ പെണ്ണേ? നമ്മുടെ കുഞ്ഞിനെ ഒരാളെ സംരക്ഷിക്കാൻ ഏൽപ്പിക്കുക എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന കാര്യമാണോ? നീ എന്താ ഇങ്ങനെ? നീ ഇത്ര വാശി പിടിക്കാറില്ലല്ലോ. ഇക്ക, വാശി പിടിക്കല്ല, അതൊരിക്കലും നമ്മൾക്ക് വേണ്ടി തന്നെ. ഉമ്മ എനിക്ക് ചില കാര്യങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങൾ, അത് ഉമ്മ പറഞ്ഞു തന്ന ആ കാര്യങ്ങൾ എനിക്ക് പൂർത്തീകരിച്ച് കൊടുക്കണം. ഉമ്മാക്ക് ആഗ്രഹമുണ്ട്, പുത്തൻ വീട് തറവാട്ടിൽ ഒരു ഡോക്ടർ വേണം. ആ ഡോക്ടർ പരിശോധിച്ച് മെഡിസിനും കാര്യങ്ങളുമെല്ലാം പുത്തൻ വീട് തറവാടിൻ്റെ വക നൽകണം. എല്ലാം സൗജന്യമായിട്ട്. അതെ, പാവങ്ങൾക്ക് ഒരത്താണി, ഒരു ഡോക്ടർ എന്നുള്ള രീതിയിൽ അതാണ് ഉമ്മ ആഗ്രഹിക്കുന്നത്. അതെ, ആ ആഗ്രഹം എനിക്ക് പൂർത്തീകരിച്ച് കൊടുക്കണം. അത് പൂർത്തീകരിക്കണമെങ്കിൽ എനിക്ക് ചില നിബന്ധനകൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. എൻ്റെ കുഞ്ഞ്, അതെ, എൻ്റെ കുഞ്ഞിനെ എനിക്ക് കണ്ടുകൊണ്ട് പഠിക്കണം. എനിക്ക് അതിനുള്ള അനുവാദം അങ്ങ് നൽകണം. ശരിക്കും നുസൈബ് അത് കാര്യത്തിൽ തന്നെയാണ് പറയുന്നതെന്ന് ഷമ്മാസിന് തോന്നി. നുസി, നീ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ പിന്നെ എന്തിനിവിടെ നിൽക്കുന്നത്? ഉമ്മക്കൊരാൾ വേണ്ടേ? വീട്ടിലെ കാര്യങ്ങൾ, പൊതു കാര്യങ്ങളൊക്കെ നോക്കുവാൻ ഒരു ആൾ വേണ്ടേ? ഇവിടെ നിങ്ങൾ പോയാലെങ്ങനെ? നീ പോകുകയാണെങ്കിൽ ഞാനും മലേഷ്യയിലേക്ക് പോവുകയാണ്. എൻ്റെ കുഞ്ഞിനെയും നിന്നെയും കാണാതെ ഞാനെങ്ങനെ റൂമിൽ കിടക്കുക? എനിക്കെങ്ങനെ അതിന് കഴിയുമോ പെണ്ണെ? എനിക്ക് ഒരിക്കലും അതിന് കഴിയൂല. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ നീയ്. സത്യമായിട്ടും ഞാൻ എന്താ നീ പറയേണ്ടത്? നീ പോകുകയാണെങ്കിൽ ഞാനും പോയിക്കോളാം. എന്നാൽ നുസൈബക്ക് അത് കേട്ടപ്പോൾ അല്പം വിഷമം തോന്നി. വേണ്ടേക്ക, അങ്ങൊരിക്കലും പോകണ്ട. അതെ, ഞാൻ ഒന്ന് മാറി നിന്നെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്കൊരു മിസ്സിങ്ങും ഉണ്ടാവില്ല. എല്ലാവരും ഉണ്ടല്ലോ നിങ്ങളെ സ്നേഹിക്കാൻ. അതുകൊണ്ട് നുസൈബ് എന്തൊക്കെയോ അർത്ഥം വെച്ച് പറയുന്നുണ്ടോ എന്നൊരു തോന്നി ഷമ്മാസിന്. നുസി, നീ എന്തൊക്കെയാണ് പറയുന്നത്? ഒന്നുമില്ലക്ക, നിങ്ങളുടെ സന്തോഷം, അതാണ് എൻ്റെയും സന്തോഷം. പക്ഷേ നമ്മുടെ മകളെക്കുറിച്ച് നിങ്ങൾ ടെൻഷൻ ആവേണ്ട ഒരു ആവശ്യമില്ല. എനിക്കവിടെ ഹോസ്റ്റലും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെയും കുഞ്ഞിൻ്റെയും കാര്യത്തിൽ നിങ്ങളെ വിഷമിക്കണ്ട. എന്നാൽ ഷമ്മാസിന് ആ രാത്രി ഉറക്കമില്ലായിരുന്നു. അതെ, നുസൈബ കിടന്നുറങ്ങി. ഒരു നിമിഷം ഷമ്മാസ് എഴുന്നേറ്റ് നുസൈബയുടെ മുഖത്തേക്ക് നോക്കി. നുസി എന്നോട് ഇതുവരെ അങ്ങനെ സംസാരിച്ചിട്ടില്ല. ഇതല്പം കുറച്ച് സങ്കടകരമായ രീതിയിലുള്ള സംസാരമാണ് അവൾക്കുള്ളത്. അവൻ തൻ്റെ കുഞ്ഞിനെയും നോക്കി, റബ്ബേ, ഈ പെണ്ണെങ്ങാനും പോയി കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിന് എന്തർത്ഥം റബ്ബേ ഉള്ളത്? അത് ഓൾ ഹോസ്റ്റലിൽ, ഞാനിവിടെ കഴിയൂല റബ്ബേ. എന്നാൽ അന്നും ഷമ്മാസ് ഓരോന്ന് ആലോചിച്ചുകൊണ്ട് അതാ കിടന്നുറങ്ങി. പിറ്റേന്ന് പതിവ് പോലെ തന്നെ സുബഹി 4 മണിക്ക് നുസൈബ് എഴുന്നേറ്റ് അവൾ തഹജ്ജുദ് നിസ്കരിച്ച് പടച്ച റബ്ബിനോട് ഹൃദയം പൊട്ടി ദുആ ചെയ്തു. അല്ലാഹുവേ, ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ റഹ്മാനെ ജീവിക്കണം. എന്നെക്കൊണ്ട് ആർക്കും ഒരു ശല്യവും ബുദ്ധിമുട്ട് എന്നെക്കൊണ്ട് എൻ്റെ കുഞ്ഞിനെ കൊണ്ട് ഉണ്ടാവില്ലേ അല്ലാ. പഠിച്ചോനെ, നീ കാത്തു രക്ഷിക്ക്. അങ്ങനെ ഏതാ നുസൈബ സുബഹി നമസ്കാരം കഴിഞ്ഞു. ഷമ്മാസ് എഴുന്നേറ്റ് പള്ളിയിലേക്ക് പോയി. കാര്യമായിട്ട് അവരൊന്നും സംസാരിച്ചില്ല. എങ്കിലും നുസൈബ പെട്ടെന്ന് ഖുർആൻ പാരായണവും എല്ലാം കഴിഞ്ഞ് കുഞ്ഞുണരുമ്പോഴേക്കും പെട്ടെന്ന് കിച്ചണിലെത്തി. പതിവ് പോലെ അവൾ അവളുടെ ജോലികളെല്ലാം തുടർന്നു. അതെ, ഒരടുപ്പത്ത് ചായ, ഒരടുപ്പത്ത് കടി, ഒരടുപ്പത്ത് കറി, അങ്ങനെ അതാ എല്ലാം സജീവമാവുകയാണ്. അടുക്കളയിൽ ഒച്ചപ്പാട്, ബഹളം എല്ലാം. എന്നാൽ അപ്പോഴൊന്നും സൗദ അങ്ങോട്ട് എത്തിയിട്ടില്ല. നുസൈബ ഓരോന്ന് ധൃതിയിൽ പണിപ്പെട്ട് ചെയ്യുകയാണ്. കോളേജിൽ പോകുന്നതിന് മുമ്പായിട്ട് എല്ലാം അങ്ങനെതാ അവൾ ചായയും കടിയും കറിയുമെല്ലാം സെറ്റാക്കി. ചോറിനുള്ള വെള്ളവും അടുപ്പത്ത് വെച്ച് നന്നായിട്ട് അത് കത്തിച്ചു. അല്പസമയം കഴിഞ്ഞപ്പോഴേക്കും ഷമ്മാസിൻ്റെ ശബ്ദം, ഉമ്മാ, ആ മോന് വന്നോ? ആ, ഇന്നെന്ത് കുഞ്ഞെന്ന് കുറച്ച് നേരത്തെ വന്നമ്മാൻ്റെ കുട്ടി. അപ്പോഴേക്കും നുസൈബ ഉമ്മാക്ക് അത് ചായ കൊണ്ടുപോയിക്കുന്നു. ഉമ്മ, ഇത് ചായ. ആ, എൻ്റെ കുട്ടീൻ്റെ ഒരു ചായൻ്റെ വെള്ളം കിട്ടിയാലേ ഒരു സുഖമാണ്. അല്ലാ ബിസ്മില്ലാ, എൻ്റെ കുട്ടി, അല്ലാ, ഉള്ളോടത്തോളം കാലം എനിക്ക് സമാധാനം തന്നെ. ഉമ്മ അതാ ചായ കുടിച്ചു. അപ്പോഴേക്കും ഷമ്മാസ് വന്ന് ഉമ്മയുടെ ബെഡിലിരുന്നു. ഉമ്മ, പൊന്നു മോനെ, കണ്ടോ, ഇതാണ് മരോള്.
അന്നും ഇന്നും എന്നും എനിക്ക് എൻ്റെ നുസൈബാനെ പോലുള്ളൊരു മരുവളെ കിട്ടിയിട്ടില്ല. ഓള് കണ്ട നേരത്തിന് എനിക്ക് ഒരു ദിവസം പോലും അത് നേരത്തെ എഴുന്നേൽക്കാതെയോ എല്ലാം ഉണ്ടാക്കാതെ എനിക്ക് ആ സമയത്ത് കറക്റ്റ് ചായയും വെള്ളവും തന്ന്. അതാണ് ഓൾക്ക് പഠിപ്പും വിദ്യാഭ്യാസം അതുണ്ട്. പിന്നെ ഒരാളോട് എങ്ങനെ പെരുമാറുക അതുമുണ്ട്. എല്ലാ ഗുണങ്ങളും അള്ളാഹു ഒത്തിണങ്ങിയ ഒരു പെൺകുട്ടിയാണ്. പഠിച്ചവൻ കൊടുത്തൊരു പെൺകുട്ടിയാണ് ഇവള്. നുസൈബ ചായ കൊണ്ടുപോയിച്ച് അടുക്കളയിലേക്ക് പോയപ്പോഴേക്കും അതൊക്കെ പറഞ്ഞു. എന്നാൽ ഷമ്മാസിനുള്ള ചായ ഡൈനിങ് ടേബിളിൽ പതിവ് പോലെ വെച്ചിരുന്നു. അവൾ അതെടുത്ത് നേരെ ഉമ്മയുടെ റൂമിലേക്ക് കൊണ്ടുവന്നു. ഇതാ. ആ, എനിക്കുണ്ടോ ചായ? അവൾ കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല. ഉമ്മയോട് ചോദിച്ചു, ഉമ്മക്ക് എന്തെങ്കിലും ചൂടുള്ള 2 ദോശ തരട്ടെ? ചൂടോടെ ഞാൻ ചട്ടിയിൽ നിന്ന് എടുത്തിട്ട് തരട്ടെ? എൻ്റെ പൊന്നാര മുള കുറച്ച് കണ്ട് കഴിച്ചോണ്ട്. പക്ഷേ അപ്പോഴേക്കും അതാ ഐഷുമ്മക്ക് ആ കട്ടൻ ചായയിലൊന്ന് കടിച്ചു കൂട്ടുവാൻ വേണ്ടിയിട്ട് അതാ നല്ലൊരു 2 ദോശയും ചൂടുള്ള ഇരുമ്പ് ചട്ടിയിൽ ചുട്ടത് കൊണ്ടുപോയി കൊടുക്കുന്നു. എന്നാൽ ഷമ്മാസിന് നല്ല സ്ട്രോങ്, നല്ല പാലൊക്കെ ചേർത്ത ഒരു ചായയാണ് അവൾ കൊടുക്കാറുള്ളത്. ഉമ്മക്ക് ആദ്യം അതായിരുന്നു ഇഷ്ടം. പക്ഷെ ഉമ്മാക്ക് ഇപ്പോൾ കുറച്ച് കട്ടൻ ചായനോടാണ് ഇഷ്ടം. ഉമ്മ പറയും, മോളെ ഒന്ന് കുറക്കട്ടെ പൊടി മധുരമൊക്കെ. ആദ്യം നല്ലോണം വേണ്ടിയിരുന്നു, നല്ല പൊടി വേണം, നല്ല മധുരം വേണം, നല്ലൊരു ചായ കൊണ്ട് കുടിച്ചാൽ റാഹത്താണ്. ഇപ്പം പിന്നെ അതൊക്കെ ഞാൻ കുറച്ച് കൊണ്ടട്ടെ. കഴിയുന്നത് ചായ ഒഴിവാക്കുന്നതിന്. എന്നാലും ഇപ്പോൾ 2-3 നേരത്തെ ചായ എനിക്ക് കുടിച്ചാതിരിക്കാനും പറ്റൂല. ഡോക്ടറോട് ഞാൻ പറയും, പൊന്നാര ഡോക്ടർ, നിങ്ങൾ എന്ത് ഒഴിവാക്കിയാലും വേണ്ടിയില്ല, ചായ നിങ്ങൾ പറയില്ലേ എന്ന് പറയും. എന്നാൽ നുസൈബ് പറയും, ഉമ്മ ചായ അത്ര നല്ലതൊന്നുമല്ല, എന്നാലും ഒരു ക്ഷീണത്തിന് എപ്പോഴും കുടിക്കണതിന് കുഴപ്പമില്ല. നുസൈബ ഉമ്മയോട് പറയുന്ന ഓരോ വാക്കും ഉമ്മ ആലോചിച്ചു. അതിൻ്റെ ശേഷം പൊന്നാര കുട്ടി ഞാൻ ഇപ്പോൾ കട്ടൻ ചായ കുടിക്കലുള്ളൂ. ഓള് പറയുമ്പോൾ പൊടി എന്തൊന്നും അദ്ദേഹം കുടിക്കേണ്ട, മധുരം എന്ന് വെച്ചാൽ തന്നെ പഞ്ചസാരൻ്റെ വിഷമാണ്, വെളുത്ത വിഷത്തിൽ പെട്ടതാണ്, അതുകൊണ്ട് കഴിക്കേണ്ട, അത് പരമാവധി ഒഴിവാക്കണം നല്ലതെന്ന് എപ്പോഴും എൻ്റെ കുട്ടി എന്നോട് പറയും. അപ്പോഴേക്കും നല്ല ചൂടുള്ള ദോശയും അവിടെ കൊണ്ടുവച്ചു. ഇതെനിക്കൊരു തൃപ്തിയുള്ള കാര്യമാണ്. അത് ഓൾക്ക് നന്നായിട്ട് അറിയാം. കാരണം ആ ദോശ കണ്ട് ചുട്ടപ്പോൾ തന്നെ ചൂടോട് കൂടി കറിയൊന്നും ഇല്ലാതെ ഒന്ന് ചുരുട്ടി മടക്കി തിന്നാൽ അത് വല്ലാത്തൊരു രസമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു 6-6:30 മണിയാകുമ്പോഴത്തേനും അത് ഇവിടെ കൊടന്ന് വെക്കുകയുള്ളൂ. അത് ആ ചൂടോടെ തന്നെ തിന്നാൽ പിന്നെ ആക്കം പോലെ 8-8:30 9 മണിയാകുമ്പോൾ ചായ അടിച്ചാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ വീണ്ടും അവൾ അടുക്കളയിലേക്ക് എത്തി. ചോറിനുള്ള അരിയിടലും എല്ലാം തുടങ്ങി, വെജിറ്റബിൾ കട്ടിങ്ങും ഒക്കെ. ഇന്ന് സൗദ റൂമിൽ നിന്ന് വന്നിട്ടേ ഇല്ല. അത് അവൾക്ക് റെസ്റ്റ് അല്ലേ. റെസ്റ്റ് എന്ന് വെച്ചാൽ ഒഴിഞ്ഞ് കുളിപ്പിക്കലൊക്കെ തുടങ്ങിയപ്പോൾ റുക്കിയാത്ത് തന്നെ അവളോട് പറഞ്ഞിരുന്നു, ഇനി വല്ലാതെ പണി എടുക്കപ്പം പോകണ്ട, ഇനി കുറച്ച് ദിവസം കഴിയട്ടെ, ഒരു 10-28 ദിവസം കഴിഞ്ഞിട്ട് പോയാൽ മതി, ഇനി ഒരു ചായം കടയ്ക്ക് ഇങ്ങോട്ട് കൊടുന്നോളൂ, അതേ കാരണം നല്ലത്, എന്നാലേ അതിന് ഫലം കാണുള്ളൂ. അല്ലാതെ ഇവിടെ നമ്മൾ കുറേ ഒഴിഞ്ഞ് കുളിപ്പിച്ചാൽ ഇജ് അപ്പുറത്ത് പോയി നല്ലോണം പണിയെടുക്കുക, അതൊന്നും ഇപ്പോൾ നടക്കണ കാര്യമില്ല, അതുകൊണ്ട് ഫലമില്ല. എൻ്റെ തടിമക്ക് നല്ലോണം പൊടിച്ചണമെന്നുണ്ടെങ്കിൽ ഇജ് കുറച്ചൊരു നിറം വെക്കണം എന്നുണ്ടെങ്കിലും അതേപോലെ അടുപ്പത്തേക്കൊന്നും പോവരുത് കേട്ടോ. റുക്കിയാത്ത പറഞ്ഞ് കൊടുത്ത പ്രകാരം തന്നെ അവൾ അവിടെ തന്നെ ഇരുന്നു. പക്ഷേ സൗദയെ കാണാനായിട്ട് ഉമ്മയുടെ അടുത്ത് നുസൈബ ചോദിച്ചു, ഉമ്മ സൗദത്ത എണീറ്റിട്ടൊന്നുമില്ലല്ലോ, എന്താ വല്ല വിളിച്ചു നോക്കണോ? കുഞ്ഞ് ഇനിയിപ്പോൾ മോളെ എന്തിനെ ഓളോട് നീച്ചു വന്നോളും, ഏതായാലും കുട്ടി പോണരുമല്ലോ, അപ്പോൾ നീച്ചു വന്നോളും. എന്നാൽ ഈ സമയം സൗദ റുക്കിയാത്ത പറഞ്ഞ കാര്യങ്ങൾ കൊണ്ട് തന്നെ അവൾ അവളുടെ പ്രാഥമിക കാര്യങ്ങളെല്ലാം നിർവഹിച്ച് അവിടെ തന്നെ കിടന്നു. രാവിലെ കിട്ടാനുള്ള കോഴിമുട്ടയും പഴവും ബൂസ്റ്റൊന്നും ഇതുവരെ എത്തിയിട്ടില്ലല്ലോ. ഇനി എന്താ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി നോക്കുക. അതിനോട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ കിടക്കാൻ, എന്നാൽ മാത്രമേ കുറച്ച് തടി നിറക്കം ഉണ്ടാവുള്ളൂ. ഇതിപ്പോൾ എന്താ റബ്ബേ വയറ് വല്ലാതെ കാണുന്നുണ്ടല്ലോ. എന്നാൽ നുസൈബ കോളേജിലേക്ക് പോകുവാനുള്ള തിരക്കിൽ, ചോറും കറിയും കൂടി വെക്കുന്ന തിരക്കിലാണ്. ദോശയും കറിയും ചട്നിയും എല്ലാം അവിടെ റെഡി ആയിട്ടുണ്ട്. ഫിഷ് കട്ട് ചെയ്തായതുകൊണ്ട് തന്നെ അവൾ അത് കഴുകി മസാല തേച്ച് അതും വെച്ചിട്ടുണ്ട്. അതിനി ഉച്ച സമയത്ത് പൊരിക്കാമല്ലോ എന്ന് കരുതിയിട്ട്. എന്നാൽ എത്രയായിട്ടും സൗദ എഴുന്നേറ്റ് വരുന്നില്ല. അല്പസമയം കഴിഞ്ഞപ്പോൾ സൗദ തന്നെ വിചാരിച്ചു, ഇതിപ്പോൾ ഇവിടെ എന്നാലേ ഒരു തുള്ളി വെള്ളം കിട്ടൂല. അവൾ നേരിയത അടുക്കളയിലേക്ക് എഴുന്നേൽക്കുന്നു. എൻ്റെ റബ്ബേ, കൈയും കാലൊക്കെ നല്ലോണം ഒഴിഞ്ഞിട്ടേ, എണ്ണമയൊക്കെ നല്ലോണം ഉണ്ട്, പോയിട്ടൊന്നുമില്ല, ശരിക്ക് പറഞ്ഞിട്ടുണ്ട് നല്ലോണമൊന്നും കളയണ്ട എന്നുള്ളത്. പിന്നെ തലയിൽ നല്ലോണം എണ്ണ ഇടാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, എണ്ണ ഇട്ട് വെക്കുക തലയിൽ നല്ലോണം. എന്നാൽ പാല് നല്ലോണം, ഇപ്പം തന്നെ പാല് ഒരുപാട് ഉള്ള പോലെ ഉണ്ട്, നല്ല വേദനയുണ്ട്. ഇനിയിപ്പോൾ എന്ത് ചെയ്യുക?
അവൾ നേരെ അടുക്കളയിലേക്ക് എത്തി. നുസൈബ തകൃതിയായി അവിടെ പണിയെടുത്തു കൊണ്ടിരിക്കുകയാണ്. അവൾ പെട്ടെന്ന് തന്നെ അത് അടുക്കളയുടെ അടുത്തെത്തി വാതിൽക്കൽ നിന്നുകൊണ്ട് ചോദിച്ചു, നുസൈബ, കോഴിമുട്ടൊന്നും പുഴുങ്ങിയിട്ടില്ല? ആ ഇത്താ, ഞാനത് മറന്നുപോയി. അതെന്താ നുസൈബ, എൻ്റെ കാര്യങ്ങൾക്കൊന്ന് പരിഗണിച്ചൂടെ? നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ? ഞാൻ പ്രസവരക്ഷ എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ റുക്കിയാത്താൻ ഞങ്ങൾ വിളിച്ചു കൊണ്ടുവന്നതൊക്കെ. വേഗം കോഴിമുട്ടയൊക്കെ പുഴുങ്ങിക്കോളി, പിന്നെ 2 പഴം ഇട്ടോളി, ബൂസ്റ്റ് കുറച്ച് മധുരം കുറച്ചും കൂടി കൂട്ടിയിട്ടോളി കേട്ടോ, പാൽ നല്ലോണം ഒഴിച്ചോളി. പിന്നെ അതിൽ വെള്ളം ഒഴിക്കണ്ട കേട്ടോ ബൂസ്റ്റിൽ, വെറും ബൂസ്റ്റ് പൊടി മാത്രം മതി. പിന്നെ മുട്ട പുഴുങ്ങിയത് 2 ഓംലേറ്റും അങ്ങനെ ആയിക്കോളി. കുറച്ച് ബുൾസായി പോലെ കുറച്ച് കുരുമുളക് പൊടി ഉപ്പിട്ടിട്ട്, അങ്ങനെയാണ് എനിക്ക് ഒന്നും കൂടി തിന്നാനിഷ്ടം. പുഴുങ്ങിയ മുട്ടനോട് എനിക്ക് വലിയൊരു താല്പര്യമില്ല, പക്ഷേ അവർ പറഞ്ഞിട്ടുണ്ട് 3-4 മുട്ട കഴിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ക്യാഷ്നട്ട്സ് ഉണ്ടെങ്കിലും അതും കുറച്ച് എടുത്തോളി. ശരിക്കും നുസൈബ ഒന്ന് ഞെട്ടിപ്പോയി. അത് ഞാൻ തിരക്കിട്ട പണിയിലാണ്, ഞാൻ മറന്നു പോയതാണ് കേട്ടോ, ഞാനിതിപ്പോൾ തന്നെ ചെയ്യാം. എന്നാൽ പെട്ടെന്ന് അതാ നുസൈബ ഫ്രിഡ്ജിൽ നിന്ന് മുട്ടയെടുത്ത് കഴുകി അതിൽ 2 ഓംലേറ്റും 2 പുഴുങ്ങുവാനും വേണ്ടി വെക്കുന്നു. അവൾ അതെല്ലാം അവൾക്ക് പെട്ടെന്ന് 2 ബുൾസായി ഉണ്ടായി കൊടുത്ത് കുരുമുളകും ഉപ്പൊക്കെ ഇട്ടിട്ട്, അതുപോലെ തന്നെ വെറും പാലിൽ ബൂസ്റ്റ് പൊടി ഇട്ടിട്ട് അങ്ങനെയും, പിന്നെ 2 നേന്ത്രപ്പഴം കനലിൽ ചുട്ടത് അതും അവൾ റെഡിയാക്കി ഒരു പ്ലേറ്റിൽ വെച്ച് കൊണ്ടുപോയി കൊടുക്കുന്നു. നേരെ അതാ നുസൈബ സൗദിയുടെ റൂമിലേക്ക്. ഇത്താ ആയോ? ഇതിപ്പോൾ ഞാൻ പറഞ്ഞത് എൻ്റെ ആവശ്യമൊന്നുമില്ല. കാരണം ഒരാൾ പ്രസവിച്ച് കിടക്കുക എന്നൊക്കെ പറയുമ്പോഴേ അവർക്കുള്ളതൊക്കെ അവിടെ കൊണ്ടുവന്ന് തരില്ലല്ലോ. ഇതിപ്പോൾ ഞാൻ വന്ന് പറഞ്ഞതിൻ്റെ ശേഷം ഇങ്ങോട്ട് നോക്ക്, കുട്ടിക്ക് പാല് കുടിച്ചിൻ്റെ പാലൊക്കെ ഏകദേശം കഴിഞ്ഞ പോലെ ഇരിക്കണം. ഞാൻ എന്തെങ്കിലും കഴിച്ചെങ്കിലല്ലേ. പിന്നെ അതുപോലെ റുക്കിയാത്ത പറഞ്ഞിട്ടുണ്ട്, നല്ലൊരു പുഷ്ടിയും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചൊക്കെ അനങ്ങാതെ നിൽക്കണം എന്ന്. ഞാൻ അപ്പോൾ അങ്ങോട്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ ഒരു ബാത്റൂമും കാര്യങ്ങളൊക്കെ അകത്തുണ്ടായതുകൊണ്ട് അങ്ങോട്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ പിന്നെ ഞാൻ ഒന്നും കിട്ടാതായപ്പോൾ വന്നതാണ്. ഇനി നാളെ മുതൽ ഞാൻ ഇനി വരില്ല കേട്ടോ. വേഗം ഫസ്റ്റ് എനിക്കുള്ളത് തരാനുള്ളത് തന്നിട്ട്, കാരണം നേരം വെളുക്കോളം കുട്ടി പാലും കുടിക്കണേ. നിങ്ങൾക്ക് അറിയില്ലേ ഇങ്ങനൊക്കെ അവസ്ഥയിൽ എന്തൊക്കെ ആയിരിക്കും എന്നുള്ളത്. അവളുടെ വാക്ക് ദയനീയമായിരുന്നു. അങ്ങനെതാ അവൾ അന്ന് നുസൈബ കൊണ്ടുവച്ച ആ പാലും മുട്ടയും ഒക്കെ കഴിക്കുകയാണ്. അതേ, ഈ പാലിൽ ബൂസ്റ്റ് പൊടി കുറച്ചിട്ടുള്ളല്ലോ, കുറച്ചും കൂടി ഇടാട്ടോ, മധുരം കുറവാണിതാ, ഇതൊന്ന് തിരിച്ചു കൊണ്ടേക്കോ. അങ്ങനെ അത് വീണ്ടും നുസൈബയുടെ കയ്യിൽ അത് കൊടുത്ത് അവൾ അതിലേക്ക് കുറച്ചുകൂടി ബൂസ്റ്റ് പൊടിയും പഞ്ചസാരയും ഇട്ട് ഒന്നുകൂടി തിളപ്പിച്ച് കൊണ്ടുപോയി കൊടുത്തു. അവൾ ആർത്തിയോട് അത് കുടിച്ചു. എൻ്റെ അമ്മ, എന്താ ഇത് നുസൈബ, മനുഷ്യനെ കൊല്ലാനാണോ എൻ്റെ പ്ലാനിങ്? എൻ്റെ ചുണ്ടും ചെറിപ്പോൾ പൊള്ളേണ്ടിയതേനോ. ഞാനത് കുടിച്ചു. അല്ല, ബൂസ്റ്റ് പൊടിയും പഞ്ചസാര ഇട്ടപ്പോൾ ഒന്നും കൂടെ ഞാനത് തളച്ചോട്ടെന്ന് വിചാരിച്ചു. അത് എന്നാലും പറയേണ്ട പെണ്ണെ, എൻ്റെ റബ്ബേ, നേരിട്ട് ഞാൻ അതിനെന്തിനാ അത് ഞാൻ ആ പാട്ടയിലൊഴിച്ച്. എന്നാലും അങ്ങനെ ഒരു മനുഷ്യനെ പറ്റിക്കാൻ നിൽക്കുക, വല്ലാത്തൊരു പുതുമന്നെ. എന്തിനാ അങ്ങനെ കടുപ്പം കാട്ടണേ? ചോദിക്കാനും പറയാനും ആളില്ല വെച്ചിട്ടാണ്. എൻ്റെ ബാപ്പ അവിടെ ഉണ്ട് കേട്ടോ, ഉമ്മ അവിടെ ഉണ്ട്, ചോദിക്കാനും പറയാനൊക്കെ ആളുണ്ട്. എന്നാലും ഇങ്ങനെ കഷ്ടപ്പെടുത്താൻ പാടില്ലായിരുന്നു. അവിടുന്ന് എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു. ഉമ്മ ഷമ്മാസിനോട് ചോദിക്കുന്നു, അല്ല ഷാമോൻ, അവിടെ എന്തൊരു ഒച്ചപ്പാട്? അത് അവർ തമ്മിൽ എന്തെങ്കിലും സംസാരിക്കുമായിരിക്കുമ്മ. ഓ അങ്ങനെ. എന്നാൽ ആയിഷുമ്മ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. എന്തൊക്കെ തന്നെയായാലും കുറച്ച് കഴിഞ്ഞപ്പോൾ ആയിഷുമ്മ അതാ അടുക്കളയിലെത്തി. നുസിയേ, എൻ്റെ പൊന്നാരെ, 7 മണിയാകുമ്പോഴത്തേനും മുഴുവൻ പോകാനുള്ളതും ചോറ് വരെ വെന്ത് ഇതൊക്കെ ജാക്കി വെച്ചല്ലോ. അത് കഴിഞ്ഞിട്ട് മിറ്റടിക്കാനും ഇഞ്ചി പോകണ്ട. എനിക്ക് എപ്പോഴാണ് പിന്നെ ക്ലാസ്സിന് ഇഞ്ചി പോണേ? ഉമ്മ, അതെ, ഉമ്മയോട് ആ കാര്യം ഒന്ന് പറയണമെന്നുണ്ട്. പക്ഷെ ഉമ്മയോട് പറയാൻ കുറച്ചൊരു ഭയവുമുണ്ട്. എന്നാൽ ഉമ്മ പറഞ്ഞു, സൗദ ഇതുവരെ എഴുന്നേറ്റില്ലല്ലോ. മോളെ സൗദ, ഈ പെണ്ണ് ഇതിപ്പോൾ എവിടെ പോയി കിടക്കുക? നേരെ അത് സൗദയുടെ റൂമിലേക്ക് ഉമ്മ. മോളെ എണീക്കും മോളെ, എന്തെങ്കിലും കഴിക്കണ്ടേ? ഇങ്ങനെ കിടന്നാലിപ്പോൾ എങ്ങനെ? വാ, എഴുന്നേറ്റ് വാ, എന്തെങ്കിലും കഴിക്കാം. എന്നാൽ നുസൈബ് ഉമ്മയോട് അതൊരിക്കലും പറഞ്ഞില്ല. അവൾ കോഴിമുട്ടയും ബൂസ്റ്റും പഴവും ഒന്നും കഴിച്ചതായിട്ട് അതൊന്നും അവൾ പറഞ്ഞില്ല. അവൾ അവളുടെ ജോലി തുടർന്നു. അത് ചോറ് വേവാനായിട്ടുണ്ട്, അപ്പോഴേക്കും ഒന്ന് മുറ്റമടിച്ച് വരാമെന്ന് കരുതി.
ചുരുക്കി പറഞ്ഞാൽ നുസൈബ അതെ അവിടുത്തെ ഒരു വേലക്കാരിയുടെ റോളിലാണ് ഇപ്പോൾ കഴിയുന്നത്. അവൾ മുറ്റമടിച്ച് അകമൊന്ന് അടിച്ചുവാരി മോപ്പെടുത്ത് തുടക്കുവാൻ വേണ്ടി നിന്നപ്പോൾ ഷമ്മാസ് അത് പിടിച്ചു. മതി എടുത്തത്, ഇനി ഞാൻ തുടച്ചോളാം. അതെന്നെ പൊന്നാര പെണ്ണ്, എന്താ ആവശ്യമുണ്ട് എനിക്കിപ്പോൾ? ഇനിയിപ്പോൾ ഞാനും ഒക്കെ ഉണ്ടല്ലോ, അങ്ങനെ ഞങ്ങളെ കണ്ട് എടുത്ത് കഴിച്ചോണ്ട് എല്ലാ പണിയും കൂടിയും കഴിച്ചിട്ട് പോകാന്ന് വെച്ചാൽ അതാ കുട്ടി ഉണക്കണേ, കുട്ടിയെ നോവിച്ചു അതിനെ പോയി എടുത്തഞ്ഞ് മതി. ഈ എന്തിനും വേണ്ടിയിട്ടാണ് ഈ പേർന്നത്? എന്നോട് ഞാൻ പറഞ്ഞേക്കണ ഒന്നും ഈ ചെയ്യണ്ടെന്നുള്ളത്. എനിക്ക് എന്തെങ്കിലും കൊണ്ടാകാനുള്ള എന്തെങ്കിലും ഉണ്ടാക്കി കൊണ്ടുപോയാൽ മതി. ഈ ചെയ്യുമ്പോൾ എനിക്ക് വലിയൊരു തൃപ്തിയില്ല നുസിയെ ഇങ്ങനെ ഇജ്ജ് കാട്ടണത്. എൻ്റെ തടി ക്ഷീണിക്കൂല. ഇജ്ജ് എവിടുക്കാ പോണത്? കോളേജൊക്കെ പഠിക്കാൻ വേണ്ടി പോകണം. അവിടെ എത്തിയാൽ എനിക്ക് അടങ്ങിക്കാൻ പറ്റില്ല. ഡോക്ടർമാരായാലും നേഴ്സുമാരായാലും വെറുതെ ഇരുന്ന് ടേബിളിൽ ഇരുന്ന് പഠിച്ചണല്ലോ. ഓൾക്ക് പ്രാക്ടിക്കലായിട്ട് അങ്ങോട്ട് മണ്ടിയിട്ടും ഇങ്ങോട്ട് മണ്ടിയിട്ട് അത് പഠിച്ചിട്ട് ഇത് പഠിച്ചിട്ട് അങ്ങനെ കുറേ ഉണ്ടാവും. അതിൻ്റെ ഇടയിൽ കൂടി പെരീത്തെ പണി മുഴുവൻ കഴിച്ചു പോകുമെന്ന് വെച്ചാൽ ചില അമ്മായിമ്മത്തള്ളാരെ എടുപ്പിച്ചു. പക്ഷേ നുസിയെ എനിക്ക് താല്പര്യമില്ല. എൻ്റെ കുട്ടിയെ എടുക്കരുത് അങ്ങനെ. എൻ്റെ കുട്ടി അങ്ങനെ എടുക്കണ്ട. ഇവിടെ ഇപ്പോൾ സൗദ ഉണ്ട്, ഞാനുണ്ട്. അതിന് എങ്ങനെ വെച്ചാൽ ഞങ്ങളതിൻ്റെ മട്ടത്തിനൊക്കെ ആക്കം പോലെ കാട്ടിക്കൂട്ടിക്കൊണ്ട് ഇത്രയും ധൃതിപ്പെട്ട് ഇത്രയും മെനക്കാണ് എൻ്റെ പൊന്നാര പെണ്ണെ. ഉമ്മ ഇനിയിപ്പോൾ കാര്യമായിട്ടൊന്നും ഇനിയിപ്പോൾ തുടക്കാണ്ട്, പക്ഷെ അപ്പോഴേക്കും കുഞ്ഞ് മതി. എന്നാൽ നുസൈബ അതാ കുഞ്ഞിനെ വേഗം പാല് കൊടുത്ത് അവളതാ ഒന്ന് കുഞ്ഞിനെ കുളിപ്പിക്കുവാൻ വേണ്ടി പോകുന്നു. പഠിച്ചവനെ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ഉമ്മ കുളിപ്പിച്ചോണ്ട്. അല്ലുമ്മ ഉമ്മക്ക് ബുദ്ധിമുട്ടാവും. അവൾ തന്നെ കുഞ്ഞിനെ കുളിപ്പിച്ച് അതാ പെട്ടെന്ന് തലയെല്ലാം തോർത്തി വീണ്ടും പാല് കൊടുക്കുന്നു. ഷമ്മാസിനെ അവൾ വല്ലാതെ മൈൻഡ് ചെയ്യണില്ല. കാരണം ഷമ്മാസിനെ വെറുതെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട്. മറ്റത് കുളിപ്പിച്ചു കഴിഞ്ഞാൽ നേരെ ഷമ്മാസിൻ്റെ കൈകളിൽ കൊടുക്കും. പക്ഷേ ഇന്ന് നുസൈബ കുഞ്ഞിനെയും കൊണ്ട് അകത്തേക്ക് പോയി കുഞ്ഞിൻ്റെ തല നല്ലതായിട്ട് തോർത്തി കൊടുത്ത് നല്ല ഡ്രസ്സെല്ലാം അണിയിച്ചു കൊടുത്ത് അതാ പാല് കൊടുക്കുകയാണ്. പെട്ടെന്ന് ഷമ്മാസ് അങ്ങോട്ട് വന്നു. അതെ, നുസൈബയുടെ ഷാള് കൊണ്ട് അവളുടെ നെഞ്ച് മറച്ചു. ഓ എന്താപ്പോ ഞാൻ വരുമ്പോഴേ ഇത്രമാത്രം മറച്ചു പിടിക്കാൻ ഞാൻ നിൻ്റെ അന്യരാരെങ്കിലും ആണോ പെണ്ണെ? എന്തിനാ ഇത്രമാത്രം മറച്ചു പിടിക്കുന്നത്? എനിക്ക് എന്താ അതിൽ അവകാശമില്ലേ? നുസൈബ കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല. ഇക്ക എനിക്ക് ചില കാര്യങ്ങൾ ഒന്നും ശരിയാക്കാനുണ്ട്. എന്ത് കാര്യം? അതെ, ഹോസ്റ്റലിലെ കാര്യം. കുഞ്ഞിനെയും കൊണ്ട് ഞാൻ പോയിക്കോളാം. എന്നാൽ ഇനി ആർക്കൊരു ബുദ്ധിമുട്ടാവില്ലല്ലോ. എന്താ പെണ്ണ് നീ പറയുന്നത്? നിനക്ക് എന്തിൻ്റെ കേടാ? ഇക്ക പഠനം പൂർത്തിയാകണമെങ്കിൽ അതെനിക്ക് നിർബന്ധമാണ്. അതല്ല എങ്കിൽ പഠനം പൂർത്തിയാക്കാൻ എനിക്ക് കഴിയുന്നില്ല. ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. ഒന്നിനും കഴിയുന്നില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ശരിക്കും നുസൈബയുടെ ആ ഒരു വാക്കുകൾ കേട്ടപ്പോൾ ഷമ്മാസ് വീണ്ടും കുഴങ്ങി. റബ്ബേ, എന്ത് ചെയ്യണം എനിക്കറിയുന്നില്ല. എന്നാൽ ഈ സമയം അതാ ഷമ്മാസ് നേരെ ഉമ്മയുടെ അടുത്തേക്ക് എത്തി. ഉമ്മ, നുസൈബ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്താ മോനെ? ഉമ്മ, ഓള് പറയണത് കുഞ്ഞിനെയും കൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. അത് മാത്രമല്ല അവൾക്ക് കുഞ്ഞില്ലാതെ ഒരു സമാധാനമില്ല, പഠിക്കാൻ കഴിയണില്ല. അപ്പോൾ അവരെ സാറ് പറഞ്ഞത്രേ അവർക്ക് ഹോസ്റ്റൽ സൗകര്യമുണ്ട്, ഗവൺമെൻറ് അല്ലേ. അതുമാത്രമല്ല കുഞ്ഞുങ്ങളെ നോക്കാൻ ഡോക്ടേഴ്സിൻ്റെ കുഞ്ഞുങ്ങളെ നോക്കുന്നൊക്കെ ഡേ കെയർ ഉണ്ട്. അല്പസമയം അവിടെ നിർത്തിയാൽ തന്നെ ഇടയ്ക്കിടെ കുഞ്ഞിനെ പോയി കാണാം. എന്നാൽ പിന്നെ 3 മണിക്കൂറുകൾ അവൾക്ക് യാത്രയുണ്ട്. രാവിലെ 1:30, വൈകുന്നേരം 1:30. ഇത്രയും സമയം യാത്രയും ചെയ്ത് കുഴങ്ങണ്ട എന്നൊക്കെ പറയുന്നത്. പെട്ടെന്ന് ഐഷമ്മ അതിനെന്താ? അല്ലമ്മ, അവൾക്ക് ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറയുന്നത്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഷാമോനെ, എനിക്ക് എന്തിൻ്റെ കേടാ? ഓളെയും കുട്ടീനെ ഹോസ്റ്റലിൽ കൊണ്ടൊക്കെ എന്നിട്ട് എന്താ ഈ തീരുമാനിച്ചത്? അല്ല, ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. അവൾ പറയണ കണ്ടിന്യൂ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് കുഞ്ഞില്ലാതെ എന്നാണ് പറയുന്നത്. ശരിയാണ്, പെറ്റ തള്ളാരാണ്. കുട്ടികളിട്ട് പഠിക്കാൻ പോയാലേ വല്ല സമാധാനമൊന്നും ഉണ്ടാവുമൊന്നുമില്ല. മനസ്സിനുള്ളിലൊക്കെ നല്ലോണം വേദനയും വിഷമമൊക്കെ ഉണ്ടാവും. എന്നാൽ ഞാൻ ഒരു പണി ചെയ്തുതരാം. ചെല്ല്, എൻ്റെ കുട്ടിയാണ് പോയിക്കോളി. ഉമ്മാൻ്റെ കുട്ടി അവിടെ പോയി നിന്നോളി. ഒരു റൂം എടുത്ത് നിന്നോളി. അതാ നല്ല, ഹോസ്റ്റലൊന്നും വേണ്ട. നിങ്ങൾ 2 റൂം എടുത്ത് നിന്നോ. ഓളെ പഠനം കഴിയോളം കുട്ടിനെ നോക്കി ഇജ് അവിടെ നിന്നോ. അതല്ലേ നല്ലത്? ഉമ്മ, നിങ്ങളെന്താ പറയുന്നത്? അപ്പോൾ ഷോപ്പും കാര്യങ്ങളും അതൊക്കെ? അല്ലാതെ പിന്നെ എന്താ, ഓളൊറ്റയ്ക്ക് പറഞ്ഞേക്കാം. എനിക്ക് തോന്നുന്നതിനെ
അല്ല അവർ ഗ്രൂപ്പൊക്കെ ആയിട്ടാണെങ്കിൽ എൻ്റെ പൊന്നാര ഷാമോനെ ഞാൻ ഒന്നും പറയണില്ല. എൻ്റെ ഇഷ്ടം പോലെ എന്താ വെച്ചാൽ ചെയ്തു. എൻ്റെ പെണ്ണുങ്ങളാണ്. എനിക്ക് ഓളെ കാര്യത്തിൽ എങ്ങനെയാണ് അതിനനുസരിച്ച് ഞാൻ ഒന്നും പറയണില്ല. ഇനിയിപ്പോൾ ഉമ്മ ഞാൻ എന്ത് ചെയ്യാം? എന്നാൽ ഷമ്മാസും എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥ. കാരണം നുസൈബ പറയുന്നത് അവൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ കഴിയില്ല എന്നാണ്. പക്ഷേ നുസൈബയുടെ മനസ്സിലെ വിഷമങ്ങൾ കൊണ്ടും ബുദ്ധിമുട്ടുകൾ കൊണ്ടും കുഞ്ഞിനെ തനിച്ചാക്കി പോകുന്നത് കൊണ്ടും അവൾക്ക് വല്ലാത്തൊരു വിഷമം അവളുടെ മനസ്സിന് പിടികൂടിയിട്ടുണ്ട് എന്ന് അത് ഉറപ്പാണ്. എന്നാൽ ഈ സമയം സൗദ എഴുന്നേറ്റ് വന്നു. ഉമ്മ പറഞ്ഞു, മോളെ ഇജ് നല്ല ഉറങ്ങിയോ? ഉമ്മ നന്നായിട്ട് ഉറങ്ങി. എന്നാൽ മോളെ വാ ചായയൊക്കെ കുടിച്ചോ? ഉമ്മ എനിക്ക് ഇപ്പം തന്നെ വേണ്ട, എനിക്ക് കുറച്ച് കഴിഞ്ഞിട്ട് മതി. നിങ്ങൾ ഷാമോന് കൊടുത്തോ? ഇല്ല മോളെ, അതൊക്കെ കൊടുക്കാം. എന്നാൽ അവൾ പെട്ടെന്ന് തന്നെ ഭക്ഷണമെല്ലാം എടുത്ത് ഡൈനിങ് ടേബിളിൽ കൊണ്ടുപോയി വെച്ചു. ഷാമോനെ പോരി ചായ എടുക്കാൻ. നുസൈബ ഉണ്ടാക്കിയ ചായയും കടിയുമെല്ലാം അവൾ തന്നെയാണ് കൊണ്ടുപോയി കൊടുത്തത്. അവൾ ശരിക്കും നല്ല ആക്റ്റീവായിട്ട് വന്ന് ഷാമോനെ വിളിക്കുകയാണ്. ഷാമോനെ സമയം കുറേ ആയില്ലേ, ചായ കുടിച്ചോളി വന്നുകാണ്ട്. ഇനിയിപ്പോൾ നുസി പോയപ്പോൾ ഞങ്ങളൊക്കെ തന്നെയല്ലേ നിങ്ങൾക്ക് ഭക്ഷണം തരാനുള്ളത്. എന്നാൽ നുസൈബ അത് ശരിക്കും കേട്ടു. അവൾക്ക് എന്തോ ആയിപ്പോയി, ഒന്നും അവൾ പറഞ്ഞില്ല. എന്നാൽ ഷമ്മാസ് വിളിച്ചപ്പോൾ അവൻ ചായക്ക് വേണ്ടി അവിടെ ഡൈനിങ് ടേബിളിൽ ഇരുന്നു. നുസി ഇരിക്കുന്നില്ലേ? അതിന് ഇത്താത്തപ്പോൾ നേരെ ചായയും ദോശയും തിന്നണുണ്ടീനല്ലോ. അതെ, അവൾ വല്ലാതെ അങ്ങ് വഷളാക്കി. ഇല്ല നുസൈബ ഒന്നും കഴിച്ചിട്ടില്ല. ഉപ്പുണ്ടോ നോക്കാൻ വേണ്ടി ഒരു കഷ്ണം കഴിച്ചു നോക്കീനു, അല്ലാതെ അല്ലേ. ഞാൻ അടുക്കളയ്ക്ക് വന്നപ്പോൾ ഇത്താത്തണ്ട് ദോശയും ചായയൊക്കെ കുടിക്കണം, അതുകൊണ്ട് ഞാൻ പറഞ്ഞു കേട്ടോ, വേറൊന്നും ഉണ്ടായിട്ടൊന്നല്ല. അതെ, നുസൈബ ഉണ്ടാക്കിയ ഭക്ഷണമെല്ലാം ഷമ്മാസിൻ്റെ മുമ്പിലേക്ക് എത്തിച്ചു കൊടുത്തത് അവളാണ്. പ്ലേറ്റിലേക്ക് ദോശയിട്ട് അതിലേക്ക് കറിയും അവൾ തന്നെ ഒഴിച്ചു കൊടുത്ത് ഗ്ലാസ്സിൽ നല്ല ചൂടുള്ള ചായയും ഒഴിച്ചു കൊടുത്തു. അതെല്ലാം ഉണ്ടാക്കി വെച്ച നുസൈബ വെറും ഒരു പട്ടത്തിയായി മാറുകയാണ്. സൗദയാണ് ഇപ്പോൾ ഷമ്മാസിനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ റുക്യാത്ത വരുന്നു. എവിടെ? അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഇതിപ്പോൾ എന്തിയേ? ഇളച്ചിപ്പോൾ ഇവിടെ? മൂത്തച്ഛനിപ്പോൾ വെച്ച് വിളമ്പി കൊടുക്കലൊക്കെ ജന്നായാ? എൻ്റെ പൊന്നാര സൗദാജ് മാണ്ടാത്തിന് നിൽക്കണ്ട. ഏതായാലും 10-25 ദിവസം തന്നെ ഐഷുമ്മ തേച്ച് കുളിപ്പിച്ചാൽ വിളിച്ചേക്കണം. അപ്പോഴെങ്കിലും ഒന്ന് റെസ്റ്റ് എടുത്തൂടെ? ഇത് എല്ലാം കൂടിയും പണിയൊക്കെ ഒക്കെപ്പാടെ വക്കലും വളമ്പലും എല്ലാം കൂടി ഇപ്പോൾ ഇതായി കിട്ടുമോ? ചെറിയ മരുവൾ ഇപ്പോൾ ഡോക്ടറാകാൻ പഠിച്ചാണല്ലേ. ഡോക്ടർമാർക്ക് പിന്നെ അടുപ്പത്തെ പണിയും ഇതൊന്നും പറ്റൂലല്ലോ. ഓൾക്ക് പിന്നെ അതിൻ്റേതായ തിരക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുമല്ലോ അല്ലേ. പറഞ്ഞിട്ട് കാര്യമില്ല, എമ്പാടും പഠിച്ചാനും ഉണ്ടാവും. ഓല് പിന്നെ കോളേജിലേക്കാണ് പോണോലും കോളേജ് കുമാരിയാളും ഇക്കാരം. അല്ലെങ്കിൽ ഈ പെരിയിൽ നിൽക്കണോൽക്ക് തന്നെ ഇക്കാരം അതിൻ്റെ കേട് മുഴുവൻ. പെരിയിൽ നിൽക്കണോൽക്ക് ആണെങ്കിൽ ചോറും കൂട്ടാനും ചായയും കടിയും പെരിയത്തെ പണി എല്ലാം ഉണ്ടാക്കേണ്ടി വരും. നേരെ മറിച്ച് പെരിയിൽ പഠിച്ചാൻ പോണവരുണ്ടെങ്കിലോ ഒന്ന് ചായ അടിച്ച് നീച്ചാൽ പോവുക. തിന്ന പ്ലേറ്റും കൂടി ഓൾക്ക് കകേണ്ടി വരില്ല. എന്തോ ഒരു സുഖം അങ്ങനെയൊക്കെ ആയാലും. പക്ഷെ പെരിയിൽ നിൽക്കണ മരുക്കളൊക്കെ എന്നും കേടന്നേക്കാരം. എന്നാൽ ഇത് റുക്യാത്ത പറയുമ്പോൾ ശരിക്കും അത് നുസൈബയും കേട്ടു, സൗദിയും കേട്ടു. സൗദ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, റുക്യാത്ത ഇരുന്നോളി, എൻ്റെ പൊന്നാര പെണ്ണജിന്നെ ഇരുത്തണ്ട, നടക്കങ്ങട്ട്. കുട്ടീനെ പിന്നെ കുളിപ്പിച്ച് എന്നെ തേച്ചിരട്ടെ. ഇനിയിപ്പേ മറ്റെന്താണെന്ന് വെച്ചാൽ ജി പരീത്ത് മുഴുവനൂ പണിയുണ്ട് എടുത്തുകാണ്ടേ ഇതിനൊരു ഫലം കിട്ടൂല, നടക്കങ്ങട്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവളെ കൊണ്ടുപോകുന്നു. എന്നാൽ ഈ സമയം നുസൈബ അവളുടെ കുളി കഴിഞ്ഞ് മാറ്റുവാൻ തുടങ്ങിയിരുന്നു. അല്ലുട്ടിയെ ഇജിപ്പോൾ മാറ്റി പിടിച്ച് പോവുകയാണല്ലേ. ഏതായാലും പെരിയിലിക്കണ മരൊക്കെ തന്നെ ഇക്കാരം ഭാരം മുഴുവനും. പഠിച്ചാൽ മുഴക്ക് ഇങ്ങനെ പോയാൽ മതി. ഏതായാലും ഐഷുമ്മാൻ്റെ ഒരു കാര്യേ, ഐഷുമ്മ ഇങ്ങനെ കാട്ട ഒരിക്കലും പാടില്ലേനു. ഐഷുവോ? എന്താ റുക്യാജ് അവിടെ പറയണത്? എന്ത് കാര്യജ് അവിടെ പറയണത്? ഐഷുമ്മ കുറച്ച് ശബ്ദത്തോടെ പറഞ്ഞു. പൊന്നാരൻ്റെ ഐഷുവോ, ഷമ്മാസ് കേൾക്കണ്ടേ കാര്യം. മരുക്കളെല്ലാവരും ഒരേപോലെ കാണണം. ഈ ജിബൽ രണ്ടാൾ രണ്ട് കണ്ണുകൊണ്ടാണ് കാണുന്നത്. ഒരാൾ പഠിച്ചാൽ ഡോക്ടറാകാൻ പോവുക, ഓടുള്ള തിരുമ്പലും കുളിയൊക്കെ കഴിഞ്ഞ് നേരത്തെ കാലത്ത് തന്നെ പെരിയിൽ നിന്ന് ഇറങ്ങുക. എന്നാൽ മറ്റൊരുത്തിയുണ്ടല്ലോ, ഈ ബാക്കിയുള്ള പണി മുഴുവനും ഓൾക്ക്. അങ്ങനെ നമ്മൾ ചെയ്യിക്കണത് ശരിയല്ലല്ലോ. പഠിച്ചാൽ വിടുകയാണെങ്കിൽ രണ്ടാളും വിടണം, അല്ലേ പിന്നെ ആരും വിടരുത്. പഠിച്ചവനോട് ബജ്ജിനെ പറയേണ്ടി വരും. പഠിച്ചവനോട് പറയേണ്ടി വരും. രണ്ടാളെ ഒരേപോലെ ഒരേ കണ്ണുകൊണ്ട് കാണണം. നമ്മൾ രണ്ട് കണ്ണുകൊണ്ട് കാണാൻ പാടില്ല, മക്കളായാലും മരുക്കളായാലും.
ഇന്നിപ്പോൾ ഓള് പഠിച്ചാൻ പോണേ. ഇനിയിപ്പോൾ ഇവളെ കാര്യം ചിന്തിച്ചിക്കണ. ഇവളിപ്പോൾ നല്ല മട്ടത്തിന് പഠിപ്പിച്ചാൻ വിടേണ്ടി തന്നെ. അല്ലാതെ ഒരാളെ മാത്രം പഠിപ്പിച്ചാൻ വിടുക, മറ്റുള്ള പഠിപ്പിച്ചാൻ വിടുക, അതൊക്കെ മനസ്സിക്ക് വലിയ വേദന അടങ്ങാറുണ്ടാവും. എൻ്റെ പൊന്നാര റുക്കിയ, പഠിച്ചാൻ താല്പര്യമുള്ളവരല്ലേ നമ്മൾ പഠിപ്പിച്ചാൻ വിടുക. ഓൾക്ക് പഠിച്ചാൻ താല്പര്യമുണ്ട്, ഓൾ പോയിക്കോട്ടെ. ഞാൻ ആർക്കും തടസ്സം സൃഷ്ടിക്കണില്ല. ആർക്കും പോവാം. ഇവിടെ വന്നവർക്ക് പുത്തൻ വീട് തറവാട്ടിൽ കെട്ടിയിട്ട് പണിയെടുക്കണമെന്ന് ഒരു കുട്ടിനോടും ഞാൻ പറഞ്ഞിട്ടില്ല. അതിൻ്റെ നുസിനോടും തന്നെ ഓരോ ഇഷ്ടത്തിന് എടുത്തു പോയി. എനിക്ക് വേണമെങ്കിൽ അടിച്ചോരി തുടക്കാനും പാത്രം മോറാനും തൊടു നന്നാക്കാനും മിറ്റ് നന്നാക്കാനും ആരെ വിളിച്ചാലും കിട്ടും. ഇഷ്ടം പോലെ ആളാണ്. പക്കെങ്കിൽ പിന്നെ ഈ മക്കളെന്നെ അങ്ങനെയൊക്കെ എടുക്കുമ്പോൾ പിന്നെ അതിൻ്റെ ആവശ്യമില്ലല്ലേ വിചാരിച്ചിട്ടാണ്. എനിക്ക് തീർപ്പതില്ല. എനിക്ക് എൻ്റെ മരുക്കളായാലും മക്കളായാലും വല്ലാതെ പേർന്നുണ്ടല്ലോ. ചിലവർ ഓലക്കൊടിയായിട്ടും വിറകായിട്ടും എല്ലാ പണിയും ചെറിയ പെൺകുട്ടികളെ കൊണ്ട് അങ്ങനെ എടുപ്പിച്ച് അമ്മായിമ്മയും നാത്തൂമാരും നോക്കി നിൽക്കും. ആ ഒരു പണിനോട് എനിക്ക് താല്പര്യമില്ല. എനിക്ക് എൻ്റെ മക്കളെ പോലെ തന്നെ ഞാൻ ഓലെ കരുതുന്നത്. അല്ലാതെ ഒരിക്കൽ പോലും ഓല മറ്റൊരു സൈസിൽ മക്കളെ വേറൊരു ഇതിൽ അത് ഞാൻ കാണാനില്ല. എനിക്ക് തൃപ്തിയില്ല. ഇത് ഓൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പോകാം, സൗദക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പോയിക്കോട്ടെ. നുസിക്ക് പിന്നെ അതിൽ എൻട്രൻസിൽ റാങ്കുകാരിയാണ് ഓൾക്ക് പിന്നെ ഏതായാലും അതിൻ്റെ നിർബന്ധത്തിന് ഓള് പഠിച്ചണം. അത് എൻ്റെ ആഗ്രഹമാണ്. അല്ലാതെ ഒരാളെ മാറ്റം വരുത്തിയെന്നോ അല്ലെങ്കിൽ ഒരാൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കിയെന്നോ അങ്ങനത്തെ ഒരു ഇതും ഞാൻ ഇതുവരെ കാട്ടിയിട്ടില്ല. എൻ്റെ പൊന്നാര റുക്കിയ, അല്ലേ ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അല്ലേ ഒരു പെണ്ണ് ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങൾ ഓളെ ഡോക്ടറാക്കണമെന്ന് ശരിയല്ല. ഒരണക്ക് രണ്ടാൾക്കും ഒരേ സ്ഥലം. ഒന്നെങ്കിൽ നിങ്ങൾ പഠിപ്പ് നിർത്തിക്കാണ്ട് ഇവിടെ നിർത്തണം. അല്ലാന്നുണ്ടെങ്കിലോ രണ്ടാളെയും പറഞ്ഞേക്കണം. മറ്റേത് അനീതിയാണ്. ഐഷുമോ ഇത് നല്ല വലിയ സ്വതക്കൻ്റെ ആളാണല്ലോ. നല്ലോ ആൾക്കാർക്ക് കണ്ടമാന പൈസ കൊടുത്തിട്ടും അരിവാരി കൊടുത്തിട്ടും ഇറച്ചി കൊടുത്തിട്ടും പള്ളിക്കൊക്കെ ചായയും കടിയും കൊടുത്തിട്ടും അങ്ങനെ പല പല രീതിയിലുള്ളത് ഇത് ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ ഈ ഒരു കുട്ടിൻ്റെ കാര്യത്തിലും കൂടി ഇങ്ങനൊരു തീരുമാനം എടുക്കണം. കാരണം സൗദ എന്നുള്ള ആ പെമ്പറന്നോൾക്കും നുസൈബാൻ്റെ അതേ സ്ഥാനം കൊടുക്കണമെന്ന് എനിക്ക് പറഞ്ഞുള്ളൂ. എൻ്റെ പൊന്നാർ റുക്കിയ, എനിക്ക് ഇന്ന് തേക്കാനും തുടങ്ങിയിട്ടില്ലേ? ഞാൻ തേക്കണേ. തേങ്ങാപ്പാൽ കഴിഞ്ഞിക്കണ്. തേങ്ങാപ്പാലും കുറച്ച് പച്ചമഞ്ഞളും കുറച്ചും കൂടി കിട്ടണ്ടേനു. അതൊക്കെ ഞാനത് തരാം. ഇജ് വേഗം ഓളെ തേച്ചത്. നമുക്ക് കുട്ടിയായിട്ട് ഉണർന്ന് കഴിഞ്ഞാൽ പിന്നെ ആകപ്പാടെ ഒരു സുഖം സമാധാനം കൊടുക്കൂല. ചെല്ലേ അങ്ങോട്ട്. ഇജേ എൻ്റെ മരുക്കളാണ്, എൻ്റെ മക്കളാണ്. ഓൾക്ക് എന്താ കാട്ടേണ്ടി മാണ്ടിയെന്ന് ഞാൻ ചെയ്യുന്നുണ്ട്. എനിക്കതൊന്നും എൻ്റെ കണ്ണ് പിടിച്ചിട്ടുണ്ടാവില്ല. എന്തൊക്കെ തന്നെയായാലും പരാതിയുള്ളവരൊക്കെ മുന്നോട്ട് വന്നിട്ട് എന്നോട് നേരിട്ട് പറഞ്ഞോട്ടെ. മറ്റൊരാളെ വക്കാലത്ത് മാണ്ട. ശരിക്കും ഐഷമ്മയുടെ ആ ഒരു വാക്ക് കേട്ടപ്പോൾ റുക്യാദ ആകെ അങ്ങ് ചമ്മിപ്പോയി. എന്നാൽ ഈ സമയം അത് നുസൈബ മാറ്റിയൊരുങ്ങി നിഖാബ് കെട്ടി. നുസി, എന്തായി പ്ലാനിങ്? ഇക്ക, ഞാൻ പറഞ്ഞല്ലോ, ഇക്കാക്കും എനിക്കൊക്കെ ഏറ്റവും സൗകര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ പെണ്ണെ എന്നോട് ഉമ്മ പറഞ്ഞെന്താന്നോ, ഞാനും നീയും കൂടെ പോയിക്കോന്ന്. എന്താല്ലേ ഇക്ക, അതിനെന്താ, എത്ര ആളുകളങ്ങനെ നിൽക്കുന്നുണ്ട്. പക്ഷേ ശരിയാടി, എനിക്ക് ബിസിനസ്സും കാര്യങ്ങളും ഓരോ കാര്യത്തിനൊക്കെ ഇറങ്ങേണ്ടതാണ്. അപ്പോൾ പിന്നെ അത് ശരിയാവില്ല അത്രയും ലോങ് ലാസ്റ്റിൽ എന്നും. ഇക്ക, അതൊന്നും സാരമില്ല. ഇക്കാൻ്റെ ഇഷ്ടം എങ്ങനെ വെച്ചാൽ അത് നടക്കട്ടെ. അതിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഞാനും നിന്നോളാം. നുസൈബയുടെ ആ മറുപടി കേട്ട് ഷമ്മാസ് ഒരു നിമിഷം സന്തോഷിച്ചു. അതെ, അവൾ പാവം പെണ്ണാണ്. ഒന്നും എതിർത്തൊന്നും പറയില്ല. ചിലപ്പോൾ സങ്കടം കൊണ്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകും. അവൾ അന്ന് ഉമ്മാക്ക് വിളിക്കുവാൻ വേണ്ടി ഒരുങ്ങുന്നു. പക്ഷെ അപ്പോഴേക്ക് റുക്യാത്ത് വന്ന് ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ പറയും. അതുകൊണ്ട് തന്നെ ഇനി കോളേജിലെത്തിയിട്ട് ഉമ്മാക്ക് വിളിക്കാം എന്നും കരുതുന്നു. എന്നാൽ നുസൈബ് ചോദിച്ചു, നുസി എങ്ങനെയാണ് പോകുന്നത്? ഞാൻ ബസ്സിന് പോയിക്കോളാം, അതല്ലേ നല്ലത്. അതാകുമ്പോഴേ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലല്ലോ. നുസി, നീ 2 ദിവസമായിട്ട് എന്നോട് എന്തോ അർത്ഥം വെച്ച് പറയുന്നുണ്ട്. എൻ്റെ പെണ്ണ് ഇങ്ങനെയല്ലായിരുന്നു. എൻ്റെ പെണ്ണ് ഒരിക്കലും ഇങ്ങനെയല്ല. എൻ്റെ പെണ്ണ് പാവമായിരുന്നു. ആ പാവപ്പെട്ട നുസിയാണ് എനിക്ക് വേണ്ടത്. അതെ, നിഷ്കളങ്കമായ എൻ്റെ പെണ്ണിനെ, അല്ലാതെ മറ്റൊരു മുഖം വെച്ച് സംസാരിക്കുന്ന നുസിയെ എനിക്ക് വേണ്ട. നുസൈബയുടെ പിറകിലൂടെ കൈയിട്ടുകൊണ്ട് അതാ ഷമ്മാസ് അവളെ ചേർത്ത് പിടിച്ചു. ഇക്ക, എന്തിത്? എന്താ എൻ്റെ പെണ്ണല്ലേ നീയെ? എനിക്കെൻ്റെ നുസിയെ തിരിച്ചു കിട്ടണം. എനിക്കെൻ്റെ പഴയ നുസിയെ തിരിച്ചു കിട്ടണം. അതിനുള്ളിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ അടഞ്ഞു കിടക്കുന്നുണ്ട്. അതെല്ലാം ക്ലീൻ ചെയ്ത് എനിക്കെൻ്റെ നുസിയെ വേണം പെണ്ണെ. എനിക്ക് വേണം.
അതുറപ്പാണ്. ഷമ്മാസ് അവളെ അത് നെഞ്ചോട് ചേർത്തു. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.